ഒടുവിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം വിജയം കണ്ടിരിക്കുന്നു. UN-ൽ അതായത് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ UNSC സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് വലിയ വിജയമാണ് ഇപ്പോൾ നേടാനായി സാധിച്ചത്. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട റെസിസ്റ്റന്റ് ഫ്രണ്ട് TRF ആദ്യമായി ഒരു ഭീകരാക്രമണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളായ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ TRF-ന്റെ പങ്ക് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ട് ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു മുന്നണിയായി TRF കണക്കാക്കപ്പെടുന്നുവെന്ന് നമുക്ക് നിങ്ങളോട് പറയാമെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. UN സുരക്ഷാ കൗൺസിലിന്റെ അൽ-ഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് മോണിറ്ററിംഗ് ടീമിന്റെ ദ്വിവത്സര റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം 5 തീവ്രവാദികൾ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അതേ ദിവസം തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുക്കുകയും ആക്രമണ സ്ഥലത്തിന്റെ ചിത്രം പുറത്തുവിടുകയും ചെയ്തു. എന്നിരുന്നാലും ഏപ്രിൽ 26-ന് TRF ഉത്തരവാദിത്തം പിൻവലിച്ചു. അതിനുശേഷം TRF ഒരു പ്രസ്താവനയും നൽകിയിട്ടില്ല. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം മറ്റൊരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല. TRF വിഷയത്തിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലഷ്കർ-ഇ-തോയ്ബയുടെ സഹായമില്ലാതെ ആക്രമണം സാധ്യമാകുമായിരുന്നില്ലെന്നും TRF-ഉം LETയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ടെന്നും ഒരു അംഗരാജ്യം പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. TRF-ഉം LETയും ഒരേ സംഘടനയെ പോലെയാണെന്ന് മറ്റൊരു അംഗമായിട്ടുള്ള USA അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും നിലവിൽ UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരമല്ലാത്ത അംഗമായ പാകിസ്ഥാൻ ഈ വ്യാഖ്യാനങ്ങൾ വിയോജിക്കുകയാണ് ചെയ്തത്. ലഷ്കർ-ഇ-തോയ്ബ ഇപ്പോൾ നിഷ്ക്രിയമാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ജൂലൈ 17-ന് TRF-നെ ഒരു വിദേശ ഭീകര സംഘടനയായും ആഗോളതലത്തിൽ നിയുക്ത ഭീകരരായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ് ദാർ പിന്നീട് പാർലമെന്റിൽ തന്റെ പ്രസ്താവന മാറ്റി TRF-നെ ഒരു ഭീകരരായി ചിത്രീകരിക്കുന്നതിൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു. UNSC പത്രക്കുറിപ്പിൽ നിന്ന് TRF-നെ കുറിച്ചുള്ള പരാമർശം ഡാർ നേരത്തെ നീക്കം ചെയ്തിരുന്നു. പക്ഷേ അമേരിക്ക പിന്തുണച്ചെങ്കിലും ചൈന ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാന്റെ പഴയ സഖ്യകക്ഷിയായ ചൈന ഇത്തവണ ഒരു എതിർപ്പും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണെന്ന് വിദഗ്ധർ പറയുന്നു. നേരത്തെ പാകിസ്ഥാൻ ഭീകരതയെ പട്ടികപ്പെടുത്തുന്നതിൽ നിന്ന് UN തടയുന്നതിന് ചൈന പലപ്പോഴും സാങ്കേതിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കാര്യത്തിൽ ചൈന ഈ പദവി പലതവണ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ചൈന മൗനം പാലിച്ചു. ചൈന ഇന്ത്യയുടെ ഭാഗത്താണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ മൗനമെന്നാണ് വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നത്. കാരണം പാകിസ്ഥാന് ചൈന സപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചൈന ഇതിന് കുറുക്കിടേണ്ടതാണ്. പക്ഷേ ചൈന ഇത്തവണ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് TRF-ന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും LETയുമായുള്ള അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യ 2024 നവംബറിൽ UN മോണിറ്ററിംഗ് സംഘത്തിന് വിശദമായ വിവരങ്ങൾ നൽകിയിരുന്നു. ഏപ്രിൽ 22-ലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ മെയ് മാസത്തിൽ US സന്ദർശിക്കുകയും UNOTC, CDED പോലുള്ള സംഘടനകൾക്ക് ഒരു ഡോസിയർ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.